കാസർഗോഡ് ചന്തേരയിൽ 16-കാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. കേസിൽ അറസ്റ്റിലായവരിൽ വിദ്യാഭ്യാസ വകുപ്പിനെയും റെയിൽവേയും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളുമുണ്ട്. ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് പ്രതികൾ വിദ്യാർത്ഥിയെ പരിചയപ്പെട്ടതെന്നാണ് വിവരം. അമ്മ വിദ്യാർത്ഥിയുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് സംശയകരമായ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടത്. കേസിൽ പിടിയിലായ 6 പേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സംഭവത്തിൽ നിലവിൽ 14 പ്രതികളാണുള്ളത്. ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസർ KV സൈനുദ്ദീൻ, RPF ഉദ്യോഗസ്ഥൻ ചിത്രരാജ്, പടന്നക്കാട്ടെ റംസാൻ, കൊടക്കാട് സ്വദേശി സുകേഷ്, റഹീസ്, അഫ്സൽ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. കേസിലെ മറ്റൊരു പ്രതിയും തൃക്കരിപ്പൂരിലെ യൂത്ത് ലീഗ് നേതാവുമായ സിറാജുദ്ദീൻ ഒളിവിലാണ്. നിലവിൽ കാസർഗോഡ് ജില്ലയ്ക്ക് പുറമെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലായി 14 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത 14 കേസുകളിൽ 8 എണ്ണമാണ് ചന്തേര പോലീസ് സ്റ്റേഷനിലുള്ളത്. മറ്റ് 6 കേസുകൾ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ്. സംഭവത്തിൽ നിലവിൽ 14 പ്രതികളാണുള്ളത്. ഇതിൽ 6 പേരാണ് പിടിയിലായത്. ദീർഘകാലമായി പലരും വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുന്നുണ്ടെന്നാണ് വിവരം. ഇവർക്കായുള്ള അന്വേഷണം ജില്ലയുടെ പുറത്തേക്കും വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. കൂടുതൽ പേർ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. പീഡനം നടന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിലായതിനാലാണ് അതത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കേസ് കൈമാറ്റം ചെയ്തത്. പിടിയിലായവരിൽ തൃക്കരിപ്പൂരിലെ CPM നേതാവിന്റെ സഹോദരനുമുണ്ടെന്നാണ് സൂചന. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രതികളിൽ ഒരാൾ പലപ്പോഴായി കുട്ടിയുടെ വീട്ടിൽ വന്നു പോകുന്നത് മാതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. പിന്നാലെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയോട് സംസാരിച്ചപ്പോഴാണ് പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. പ്രതികളിൽ പലരും ഗേ ഡേറ്റിംഗ് ആപ്പിലൂടെ കുട്ടിയെ പരിചയപ്പെട്ടവരാണ്. News 18 കാസർഗോഡ്.